ഓം പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരാർത്ഥം ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കുമായി കൊണ്ട് അഭേദാനന്ദ സ്വാമികൾ തുടങ്ങിത്തന്നതായിട്ടുള്ള കോടിയർച്ചന നാമവേദിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്രത്തോളം ഭാവ്യത്തോടുകൂടി അർത്ഥഭാവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാന്റെ 1000 തിരുനാമങ്ങൾ ഒരേ ശബ്ദത്തിൽ എന്നുവെച്ചാൽ എത്ര പേര് പറഞ്ഞാലും ഒരേ ശബ്ദം തന്നെ ആയിരിക്കും. അതേ രീതിയിൽ എല്ലാവരും ഒന്നായിട്ട് നാമഗംഗാ പ്രവാഹം പോലെ 1000 വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങളെ നമ്മൾ ഉച്ചരിച്ച് നമ്മുടെ മുന്നിൽ പ്രകാശിക്കുന്ന അനന്തശായിയായ ശ്രീ പത്മനാഭൻ്റെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണരൂപം പരിലസിക്കുന്ന ഈ അഭേദാശ്രമം ബാലകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു മഹാത്മാവിനെ മറക്കാൻ സാധിക്കില്ല. കാരണം ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ നമുക്ക് വേണ്ടി അതിൻ്റെ ഒരു പ്രതിച്ഛായ എന്നോണം ഇവിടെ നമ്മുടെ മുന്നിൽ ആ സന്തോഷത്തോടു കൂടി ഉണ്ണികൃഷ്ണനായിട്ട് ഒരു കാലം മുന്നിലോട്ട് വെച്ച് ആരെന്നെ വിളിക്കുന്നുവോ ആര് നാമം കീർത്തിക്കുന്നുവോ അവരടുത്തേക്ക് ഓടി വരുവാനായിട്ട് കാത്തു നിൽക്കുന്ന രാധാദേവിയെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഗുരുവായൂർ പൂജിച്ചുകൊണ്ടിരുന്ന വില്ലുമംഗലത്തിന് ഉണ്ണികൃഷ്ണനായിട്ട് ദർശനം കൊടുത്തിരുന്നു ഗുരുവായൂരപ്പൻ. ഒരു ദിവസം എന്തോ കാരണത്താൽ അവിടെ നിന്ന് പിണങ്ങിയിട്ട് എന്നെ കാണണമെങ്കിൽ അനന്തംകാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. ഈ അനന്തംകാട്ടിൽ എത്തിയതായിട്ടുള്ള വില്ലുമംഗലം അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ ദർശനം ലഭിച്ചു. അദ്ദേഹം പുളകിതഗാത്രനായി. കാരണം ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ വിചാരിച്ചത് എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണുമെന്ന്. പക്ഷേ കണ്ടത് അനന്തശായിയായിട്ട് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമിച്ഛതേ നമതസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് പാപം ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരെന്ത് ചെയ്താലും അത് ലോകഹിതാർത്ഥം ശാന്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് പാപം എന്നുള്ളതില്ല. എന്നാലും ചില സമയം പല ജന്മങ്ങളിൽ ചെയ്ത പാപഭാരങ്ങൾ പാപസഞ്ചയങ്ങളെ നശിപ്പിക്കാനായിട്ട് ഭഗവാന്റെ ഈ 1000 സഹസ്രനാമങ്ങളെ നമ്മൾ എത്രത്തോളം ഭാവത്തോടുകൂടി വിഷ്ണു രൂപത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ ജപിക്കുന്നു, അതിനെ നമുക്ക് ദീപങ്ങളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊന്നു തൃപ്പാദങ്ങളിൽ അർപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മളിലുണ്ടായ എല്ലാ ദോഷങ്ങളും വരാനുള്ള ദോഷങ്ങൾ പോലും കത്തി നശിക്കുമെന്നാണ് ബുദ്ധമതം. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ശാന്തിപ്രദമായ ഈ മഹാമന്ത്ര കോടിയർച്ചന സഹസ്രനാമം എന്ന് പറയുന്നത് മഹാമന്ത്രങ്ങളാണ്. എല്ലാ ദേവീ ദേവന്മാരുടെയും മന്ത്രങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കാരണം എന്താണ്? അനന്തശായി പത്മനാഭൻ്റെ മന്ത്രങ്ങളാണ്. അപ്പോൾ അതിലടങ്ങാത്തതായിട്ടൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ. അവർ വളരെയധികം ശാന്തഭാവത്തിൽ ശ്രദ്ധാഭക്തിയോടുകൂടി ഈ സഹസ്രനാമം ഉരുവിട്ടുകൊണ്ട് പത്മനാഭനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ മഹാത്മാക്കൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുഭൂതന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഈ മഹാമന്ത്ര കോടിയർച്ചന എന്ന് പറയുമ്പോൾ തന്നെ അത് മഹത്തായ മന്ത്രങ്ങൾ കൊണ്ട് ലീനമായിരിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു മന്ത്രശക്തി, അതിൽ ഗുരു അനുഗ്രഹം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗുരു എന്ന് പറയുമ്പോൾ ഇതിലെ ശരിക്കുള്ള മന്ത്രദൃക്കെന്ന് പറയുന്നത് ഭീഷ്മാചാര്യനാണ്, ഗംഗാപുത്രനാണ്. അപ്പോൾ നാമഗംഗയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വന്ന് അർച്ചനയിൽ പങ്കെടുത്ത് ജന്മസാഫല്യം നേടുവാനായിട്ട് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതെപ്പോഴും കിട്ടുന്നതല്ല.
അപ്പോൾ യസ്യ സ്മരണ മാത്രേണ ജന്മസംസാര ബന്ധനാത്, ഈ ലോകത്തിലെ എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമത്തിൽ അനന്തശായിയെ പോലെ, അനന്തനിൽ പള്ളി കൊണ്ടു നടക്കുന്ന പത്മനാഭനെ പോലെയാണ്. ഒന്ന് പുണ്യമുള്ള കണ്ണുകളോട് നോക്കി നോക്കുക, ഈ ദീപങ്ങളിൽ മുഴുവൻ മിന്നിത്തിളങ്ങുന്നത് നാഗമാണിക്യം പോലെ, അനന്തമാണിക്യം പോലെ മന്ത്രങ്ങൾ പ്രകാശിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ഗംഗാദേവിയുടെ മടിത്തട്ടിൽ നമുക്ക് ഒന്നിച്ചു ചേരാം. അതിനു വേണ്ടി വരിക. വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവൽപ്രഭു.